ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളതേ, നമ്മളുടെ കോഴികളിൽ കാണുന്ന അനീമിയ എന്ന് വെച്ചാൽ രക്തക്കുറവ്. കോഴികളിൽ കാണുന്ന രക്തക്കുറവ്, അതിൻ്റെ കാരണങ്ങൾ, എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്, അതിൻ്റെ ചികിത്സ, അതെങ്ങനെ പ്രതിരോധിക്കാം, അതിനൊക്കെ കുറിച്ചിട്ടൊരു നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കോഴികൾക്ക് നമ്മൾ തീറ്റയും വെള്ളവും ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവർ ക്ഷീണിച്ചിട്ടും അതേപോലെ വളർച്ച കുറയുക, അതേപോലെ മുട്ടൽപ്പാദനം കുറയൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അതിന് പിന്നിൽ എന്ന് വെച്ചാൽ എല്ലാതൊന്നും ഇപ്പോൾ നമുക്ക് പിന്നെ അല്ലെങ്കിൽ വിരട ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ മിനറൽസിൻ്റെ ഇതുകൊണ്ടാണ്, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കോഴികളിൽ രക്തക്കുറവുണ്ടെങ്കിലും അങ്ങനെ വരാൻ പറ്റും. അപ്പോൾ അനീമിയ എന്താണ്, അഥവാ രക്തക്കുറവ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടോ. കോഴികളുടെ ശരീരത്തിൽ ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെയൊക്കെ അളവ് കുറയുന്നൊരവസ്ഥയാണ് അനീമിയ. എന്താണെന്ന് വെച്ചാൽ രക്തത്തിൻ്റെ പ്രധാന ജോലി തന്നെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും ഓക്സിജൻ എത്തിക്കുക എന്നുള്ളതാണല്ലോ. രക്തക്കുറവ് വന്നാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ വരും. അതോടെ കോഴികൾ ക്ഷീണിക്കുകയും വളർച്ചയും ഉൽപ്പാദനം കുറയും ഒക്കെ ചെയ്യും. കാരണം നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് ഓക്സിജൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മരണം വരെ സംഭവിക്കാനുള്ള കാരണങ്ങളാണ്. പിന്നെ ഇതെങ്ങനെ ഈ രക്തക്കുറവ് അഥവാ അനീമിയ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പേന് എന്താ വെച്ചാൽ നമ്മളുടെ കോഴിപ്പേനൊക്കെ ഉണ്ടാവുമല്ലോ. കോഴിപ്പേനൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് കോഴിപ്പേനാട്ടോ. കോഴിപ്പേൻ ഉണ്ടാകുമ്പോൾ ഈ കോഴിപ്പേന് ഇവരെ ശരീരത്തിൽ രക്തം ഊറ്റി കുടിക്കുകയാണല്ലോ. അത് നല്ല കുടിക്കുമ്പോൾ ക്രമേണ എന്താവും, അവരെ ശരീരത്തിൽ നിന്ന് രക്തം കുറഞ്ഞു വരും. ഇത് സാധാരണ ഈ കോഴിപ്പേന് ഈ പേനുകളുടെ ഒരു ആക്രമണം തന്നെ നടക്കുന്നൊരു സമയം എന്താണെന്ന് വെച്ചാൽ രാത്രിയാണ്. അപ്പോൾ ഇവർക്ക് ഈ രാത്രി സ്വൈരമായിട്ടൊന്ന് കെടുക്കാനോ ഉറങ്ങാനോ, അതേപോലെ ഏത് മനുഷ്യന്മാരാണെങ്കിലും ഇപ്പോൾ മൃഗങ്ങളാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ രാത്രിയാണല്ലോ റെസ്റ്റ്, എന്ന് കെടുക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ ഈ പേനുകളുടെ ഒരു ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ രക്തം ഊറ്റി കുടിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അതേപോലെ രക്തക്കുറവുണ്ടാവും. പിന്നെ ഒന്ന് സംഭവിച്ചാൽ കുടലിലെ വിരകൾ നമ്മളുടെ 2-3-4 തരം വിരകളുണ്ടല്ലോ. അതിൽ ഈ കുടലിലുണ്ടാകുന്ന വിരകൾ അത് എന്താ ചെയ്യുക വെച്ചാൽ ഇവർ തിന്നണ തീറ്റയും എല്ലാ പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കും. അതേപോലെ രക്തം കുടിച്ചിട്ടൊക്കെ ആയിട്ട് അങ്ങനെ രക്തം കുറവുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ വീര്യബാധ കൂടുതലായാൽ എന്താ വെച്ചാൽ കോഴി തീറ്റ കഴിച്ചിട്ടും പിന്നെ വളർച്ച ഉണ്ടാവില്ല. എത്ര തിന്നാൻ കൊടുത്താലും അവർക്ക് ഇതുണ്ടാവില്ല, വളർച്ച ഉണ്ടാവില്ല. അതൊക്കെ ഈ വിരകളായിരിക്കും ഭക്ഷിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കുടലിലുള്ള വിരകളും നമ്മൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും രക്തക്കുറവുണ്ടാവും കേട്ടോ കോഴികൾക്ക്. പിന്നെ മൂന്നാമത്തെ വെച്ചാൽ പോഷകക്കുറവ്, അങ്ങനെ ഉണ്ടെങ്കിലും രക്തക്കുറവ് വരും. കാരണം വെച്ചാൽ ഇരുമ്പ്, വിറ്റാമിൻ B12, ഫോളിക് ആസിഡ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും ശരീരത്തിലില്ലെങ്കിൽ അനീമിയ ഉണ്ടാവും കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, സമീകൃത തീറ്റ കൊടുക്കണം കോഴികൾക്ക് എന്ന്. എന്താണെന്ന് വെച്ചാൽ അതിൽ പ്രോട്ടീന്, അതേപോലെ ഫൈബർ, അങ്ങനെ ഇപ്പോൾ കുറച്ച് സ്റ്റാർട്ടർ, കുറച്ച് ഗ്രോവർ, കുറച്ച് ലെയർ പെല്ലറ്റോ ലെയർ മാഷോ, അതേപോലെ ഇപ്പോൾ കുറച്ച് ധാന്യം, അരി, അങ്ങനെ എല്ലാതും കൂടി അടങ്ങിയത്. പിന്നെ അതേപോലെ പച്ചിലകൾ അല്ലെങ്കിൽ അസോള, അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഫുൾ ഡയറ്റ് എടുക്കുമ്പോൾ നമ്മളതിൽ പ്രോട്ടീന് അതേപോലെ എല്ലാതും ആണല്ലോ. നമ്മളങ്ങനെ ഒരു പ്ലേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയിട്ടല്ലേ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, അതേപോലെ ഫ്രൂട്ട്സിൻ്റെത്, ഫൈബർ, അങ്ങനെയൊക്കെയല്ലേ നമ്മളൊരു പ്ലേറ്റ് ചെയ്യുക, നമുക്ക് വേണ്ടുന്നതെല്ലാം. അതേപോലെ തന്നെയാണ് കോഴികൾക്കും. അവർക്ക് എല്ലാതും കൂടി കൂടിയ ഒരു സമീകൃത തീറ്റ വേണം കൊടുക്കാൻ. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ രക്തക്കുറവൊന്നും വരില്ല കേട്ടോ. പിന്നെ രോഗങ്ങൾ വന്നാലും രക്തക്കുറവ് വരും. ചില വൈറസ് രോഗങ്ങളും അതേപോലെ പിന്നെ ഈ കോക്സിഡിയോസിസില്ലേ, രക്തം ഇതാവുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും രക്തക്കുറവ് വരും കേട്ടോ. കാരണം രക്തം കാഷ്ടത്തിലൂടെ പോകുമ്പോൾ കോഴികളുടെ പിന്നെ അവർക്ക് ഓട്ടോമാറ്റിക്കലി രക്തം കുറവായി വരും. പിന്നെ രക്തം കലർന്ന വയറിളക്കം അതുണ്ടെങ്കിലും കോഴികൾക്ക് അനീമിയ വരും കേട്ടോ. പിന്നെ അനീമിയയുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്തെങ്ങനെ വേഗം പറഞ്ഞു പോകണം, ആകെ 10 മിനിറ്റിൻ്റെ ഒരു വീഡിയോ അല്ലേ ഉള്ളൂ. അതാണ് ഞാൻ വേഗം ഇങ്ങനെ പറഞ്ഞു പോണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അനീമിയയുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ കോഴികൾക്ക് എങ്ങനെയാണ് രക്തക്കുറവുണ്ടോ എന്ന് മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ആകെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ കോഴികളുടെ പൂവ്, മുഖവും ഈ പൂവും, അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. കാരണം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇവർക്ക് തൂവലുകളാണ്. അവരുടെ മുഖത്ത് നോക്കിയിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നല്ല രക്തമുള്ള നല്ല ഒരു കേടുപാടും ഇല്ലാത്ത കോഴികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂവും മുഖവും ആ ഭാഗമൊക്കെ നല്ല റെഡിഷ് കളറാവുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതേപോലെ താടിയുടെ ഭാഗമൊക്കെ അതേപോലെ വിളറി ഇരിക്കുക, അതേപോലെ പിന്നെ പൂവൊക്കെ നിറം മങ്ങുക, അതേപോലെ തീറ്റ കഴിക്കൽ കുറയുക, അതേപോലെ എപ്പോഴും ഇങ്ങനെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുക, അതേപോലെ ചിറക് താത്തിയിട്ട് ഇങ്ങനെ നിൽക്കുക,
അതേപോലെ നമ്മൾ കോഴീനെ ഇങ്ങനെ പിടിക്കുമ്പോൾ ശരീരഭാരം കുറയുക, അതേപോലെ മുട്ടോൽപാദനമുള്ള കോഴികളാണെന്നുണ്ടെങ്കിൽ മുട്ടോൽപാദനം കുറയുക. അതൊക്കെ നമുക്ക് ഈ അനീമിയയുടെ ലക്ഷണങ്ങളാണ് കേട്ടോ. നമുക്ക് എപ്പോഴും ഇങ്ങനത്തെയൊക്കെ സംഭവം ഉണ്ടാകുമ്പോൾ എല്ലാവരും ചോദിക്കും, പിന്നെ കോഴിയുടെ ഭാരം കുറയുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ചിലർ വിചാരിക്കും തീറ്റ എടുക്കാത്തതുകൊണ്ടാണ്. ഈ അനീമിയ ഉണ്ടെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ആരോഗ്യമുള്ളൊരു കോഴിയുടെ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ പൂവും അതേപോലെ താടിയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ചുവപ്പ് നിറമായിരിക്കും. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, എപ്പോഴും നല്ല ചുവപ്പ് നിറത്തിൽ നല്ല ഇതിലിങ്ങനെ റെഡിഷായിട്ട് കളറായിട്ട് ഇങ്ങനെ നിൽക്കും. അതിന് നിറം മങ്ങ അതേപോലെ വിളറിയ കളറിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ എപ്പോഴും പിന്നെ പറയലുണ്ട് നിങ്ങളോട്, നമ്മൾ കുടിക്കുന്ന ഇതുണ്ടല്ലോ ടോണിക്ക്, അയണിൻ്റെ ടോണിക്ക് മേടിച്ചിട്ട് അതേതും മേടിക്കുക. നമ്മൾക്ക് കുടിക്കണ ഏത് പിന്നെ രക്തം വെക്കണ മരുന്നും മേടിച്ചിട്ട് എന്ത് ചെയ്യുക, വെള്ളത്തിൽ കലർത്തിയിട്ട് കൊടുക്കുക അവർക്ക്. അങ്ങനെ കൊടുക്കരുത്. വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് അവർക്ക് കുടിക്കണ വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് രക്തം വരും. നമ്മളിപ്പോൾ ഈ കോഴികൾക്ക് കൊടുക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ തന്നെയാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രക്തക്കുറവ് ഉണ്ടാവില്ല കേട്ടോ. ഞാനങ്ങനെ കൊടുക്കലുണ്ട്. അങ്ങനെ എന്നോട് വീഡിയോയിൽ ഒരാൾ ചോദിച്ചു നിങ്ങൾ കൊടുക്കുന്ന കമ്പനി ഏതാണ്. അങ്ങനെയൊന്നുമില്ല, അത് ഞാൻ പിന്നെ എടുത്ത് വെച്ചിരുന്നു അതിൻ്റെത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഏതാണ് അവിടെ പോയിട്ട് ഏതാണ് പിന്നെ ഇതിൻ്റെ രക്തത്തിലുള്ള പിന്നെ സിറപ്പ് വെച്ചാൽ അതേതെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് ഞാൻ വെള്ളത്തിലൊഴിച്ച് കൊടുക്കലാണ് കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ കോഴി ഇങ്ങനെ ബുദ്ധിമുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴിപ്പേൻ ഉണ്ടോ എന്നൊന്ന് ടോർച്ചടിച്ച് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ നോക്കുക. അതേപോലെ വിരബാധ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി വിരബാധ ഉണ്ടോ എന്ന് നമുക്ക് സംശയം വരേണ്ട കാര്യമില്ല. എല്ലാ 3 മാസം കൂടുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് വിര ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിരയുടെ പ്രശ്നം അവിടെ വരികയില്ല. അതാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയാറുള്ളത്, എല്ലാ 3 മാസം കൂടുമ്പോഴും വിര ഇളക്കണം എന്ന് ഞാൻ പറയാറുള്ളത്. പിന്നെ വിരബാധ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിര ഇളക്കുക. അതേപോലെ വിറ്റാമിൻസും മിനറൽസും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. നമ്മളിങ്ങനെ ഓരോ ആഴ്ചയിൽ ഇപ്പോൾ ഗ്രോവിപ്ലക്സ് ആണെങ്കിലും സിങ്കോവിറ്റ് ആണെങ്കിലും നമ്മളുടെ വിമറാളാണെങ്കിലും ഈ ഫീഡപ്പിസ്റ്റ് ആണെങ്കിലും ഇതേപോലെ രക്തത്തിനുള്ള സിറപ്പാണെങ്കിലൊക്കെ നമ്മളിങ്ങനെ ആഴ്ചയിൽ കൊടുക്കുമ്പോൾ അവർക്ക് ഈ പ്രശ്നങ്ങളേ വരില്ല. അല്ലാതെ നമ്മളിതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്താതെ നമ്മൾ വേഗം എപ്പോഴും ഒരു വിരമരുന്ന് മാത്രം കൊടുത്താൽ ചിലപ്പോൾ വിരമരുന്നിൻ്റെ പ്രശ്നമല്ലായിരിക്കും അവർക്ക്. ചിലപ്പോൾ രക്തമില്ലാത്ത കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിരമരുന്നിൻ്റെ മരുന്ന് കൊടുത്തിട്ട് കാര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് കൊടുത്ത് നോക്കിയാൽ മതി. വലിയ പൈസ ഉള്ള മരുന്നൊന്നും നിങ്ങൾ മേടിക്കണ്ട. അയണിൻ്റെ മരുന്ന് വില കുറവുള്ള മരുന്നും വാങ്ങാൻ കിട്ടും, അത് വാങ്ങി കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ പ്രതിരോധ മാർഗ്ഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും കൂട് വൃത്തിയാക്കി എടുക്കുക, ശുദ്ധമായ വെള്ളം കൊടുക്കുക, വിര നിയന്ത്രണം നടത്തുക. എന്താ വെച്ചാൽ വിര എപ്പോഴും 3 മാസം കൂടുമ്പോൾ ഇതാക്കുക. അതേപോലെ കോഴിപ്പേൻ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതേപോലെ നല്ല സമീകൃത ആഹാരം കൊടുക്കുക. അതേപോലെ മുരിങ്ങയില, സോള, അതേപോലെ പച്ചപ്പുല്ല്, പിന്നെ ഈ ചീര, പിന്നെ അകത്തിയൊക്കെ കിട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അകത്തിയുടെ ഇലയൊക്കെ ഒക്കെ നന്നായിട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ നല്ലതാണ് കോഴികൾക്ക് കൊടുക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ അനീമിയ നേരത്തെ കണ്ടാൽ ഇതിൻ്റെ സംശയങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മരുന്ന് നമുക്കൊന്നും കൊടുത്തിട്ട് മാറണമെന്നില്ലാണ്ട് നിങ്ങൾ ഇതൊന്ന് കൊടുത്താൽ മതി. ഈ രക്തം വെക്കാനുള്ള മരുന്നൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവും. അത് ഒരു ദിവസം കൊണ്ടൊന്നും ക്ലിയർ ആവില്ല. അതാണ് ഞാൻ പറയണത്, ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ കൊടുക്കുക. ഒരു കുപ്പി മരുന്ന് വാങ്ങിയാൽ തന്നെ നമുക്ക് 1 മാസം കൊടുക്കാണ്ടാവും. 4 ആഴ്ചയിൽ ഓരോ ആഴ്ചയിലും ഓരോ പിന്നെ 10 മില്ലിയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ 1 മാസം കൊടുക്കാനുള്ള മരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിന് പ്രത്യേകിച്ചിട്ട് രക്തം വെക്കാനുള്ള മരുന്ന് എന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് ഇനിയിപ്പോൾ കമൻറ്റിലൂടെ ചോദിക്കും നിങ്ങൾ ഏത് മരുന്നാണ് കൊടുക്കുക, ഏത് മരുന്നും കൊടുക്കുക. നമ്മളുടെ അയണിൻ്റെ സിറപ്പ് ഏത് സിറപ്പും പക്ഷേ നിങ്ങൾ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അല്ലാതെ നിങ്ങൾ ഡയറക്റ്റായിട്ട് കോഴികൾക്ക് കൊടുക്കരുത്. പിന്നെ ഒരാൾ കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു ഫേസ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യുമോ എന്ന്. ഞാനെപ്പോഴും ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കോഴികളെ കാണാനാണ് ഏറ്റവും ഇഷ്ടം അല്ലേ. എനിക്കങ്ങനെയാണ്. ഞാൻ ആരുടെയെങ്കിലും കോഴി വളർത്തൽ വീഡിയോ കാണുകയാണെങ്കിൽ അവരിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നും അവർക്ക് ആ കോഴികളെ ഒന്ന് കാണിച്ചു തന്നൂടെയെന്ന്. അപ്പോൾ നമ്മളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന ഒരുവിധ ആളുകൾക്കും കോഴിപ്രേമികളാണ്. അപ്പോൾ ഞാനിങ്ങനെ ഫേസും കാണിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്താൽ അതിലൊരു ഒരു രസമില്ല. നേരെ മറിച്ച് നമ്മളെ കോഴികളെങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ ഈ കോഴികളെങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യും, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോയിലൊക്കെ വരണ്ട്. ഇപ്പം എന്തായാലും നമുക്ക് കോഴികളെ കാണിക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ത്രില്ലുള്ളൂ. അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കോഴികളുടെ ഇതായിട്ട് വരുന്നത്. പിന്നെ ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ആകെ 10 മിനിറ്റ് വീഡിയോ അല്ലേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും വേണം. പിന്നെ നമുക്ക് ഇതും കൂടിയുള്ള സമയമില്ലല്ലോ. അതാണ് ഞാൻ വേഗം പറഞ്ഞു പോണത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും. രക്തം കുറയുന്ന സംഭവമാണ്. അതിന് ഏറ്റവും ഉള്ളത് ഈ പറഞ്ഞ പോലെ തീറ്റയും വിരമരുന്നും അതേപോലെ എല്ലാം കൊടുക്കുക. കൂടാതെ നിങ്ങൾ രക്തം ഉണ്ടാവാനുള്ള എന്ത് മരുന്ന് കൊടുക്കുക, ഈ സിറപ്പ് വാങ്ങിയിട്ട് ഒന്നും ചോദിക്കണ്ട. നിങ്ങൾ സാധാ നമ്മളുടെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് രക്തം വെക്കാനുള്ള മരുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു കമ്പനിയുടെ മരുന്ന് തരും.
ഏത് കമ്പനി മരുന്നാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അത് കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കണം. അല്ലാതെ നിങ്ങൾ ഡയറക്റ്റായിട്ട് കൊടുക്കരുത്. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കുക. അത് ആഴ്ചയിൽ ചിലപ്പോൾ അടുപ്പിച്ചൊരു 3 ദിവസമോ 4 ദിവസമൊക്കെ അല്ലെങ്കിൽ ഒരാഴ്ച മുഴുക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കുക. എന്താ വെച്ചാൽ കുറേ കോഴികളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചല്ലേ അവർക്ക് കിട്ടുള്ളൂ. അങ്ങനെ നിങ്ങളൊന്ന് കൊടുത്ത് പരീക്ഷിച്ച് നോക്ക്, സെറ്റാവും. പിന്നെ ഇനി ഞാൻ ഇൻഷാ അല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വരണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വരണ്ട്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണണം കേട്ടോ. ഇൻഷാ അല്ലാ. താങ്ക് യു.